നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. വരാക്കര പയ്യാക്കരയിൽ അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ യുവാവിന് കുത്തേറ്റു. ഒളിവിൽ പോയ പ്രതിക്കായി അന്വേഷണം ആരംഭിച്ച് പോലീസ്. ദേശീയപാത ആമ്പലൂരിൽ വൻ ഗതാഗത കുരുക്ക്. തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ടിന്റെ ഭാഗമായാണ് തിരക്ക് വർദ്ധിച്ചത്. തൃക്കൂർ പഞ്ചായത്തിലെ കള്ളായി റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഹമ്പ് പോലെ രൂപപ്പെട്ടത് അശാസ്ത്രീയമായെന്ന് പരാതി ഉയരുന്നു. നടപടി സ്വീകരിക്കാതെ അധികൃതർ. KSRTCക്ക് ചരിത്ര നേട്ടം. തിങ്കളാഴ്ചത്തെ വരുമാനം 8.57 കോടി രൂപ. വാർത്തകൾ വിശദമായി. വരാക്കര പയ്യാക്കരയിൽ അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ യുവാവിന് കുത്തേറ്റു. പയ്യാക്കര തറയിൽ ജോയയുടെ മകൻ 39 വയസ്സുള്ള ജസ്റ്റിനാണ് കുത്തേറ്റത്. ചൊവ്വാഴ്ച രാത്രി 10:30 പയ്യാക്കരയിൽ വെച്ചായിരുന്നു സംഭവം. വലത് കൈത്തണ്ടയ്ക്കും മുഖത്തും കുത്തേറ്റ ജസ്റ്റിൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. പരിക്ക് ഗുരുതരമല്ല. അയൽവാസിയായ വരാക്കര കാപ്പാനി വീട്ടിൽ ലിജോ ആണ് കുത്തിയതെന്ന് പോലീസ് പറഞ്ഞു. മുൻപ് ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മദ്യലഹരിയിലെത്തിയ ലിജോ വാക്കുതർക്കത്തിനിടെ ജസ്റ്റിനെ കത്തിയെടുത്ത് കുത്തുകയായിരുന്നു. സംഭവശേഷം ഒളിവിൽ പോയ ലിജോയ്ക്കായി വരന്തരപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ ശക്തൻ മാർക്കറ്റിലെ തൊഴിലാളിയാണ് കുത്തേറ്റ ജസ്റ്റിൻ. ദേശീയപാത ആമ്പലൂരിൽ വൻ ഗതാഗത കുരുക്ക്. തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ടിന്റെ ഭാഗമായാണ് തിരക്ക് വർദ്ധിച്ചത്. പുതുക്കാട് KSRTC സ്റ്റാൻഡ് മുതൽ ആമ്പലൂർ വരെ നീണ്ട വരിയുണ്ടായിരുന്നു. ചാലക്കുടി ഭാഗത്തുനിന്നും തൃശൂരിലേക്കുള്ള വരിയിലാണ് ഗതാഗത കുരുക്കുണ്ടായത്. നിരവധി യാത്രക്കാർ സർവീസ് റോഡിലൂടെ കടന്നുപോയി. ബുധനാഴ്ച വൈകുന്നേരം 5 മണിക്ക് ശേഷമുണ്ടായ ഗതാഗത കുരുക്ക് മണിക്കൂറുകളോളം നീണ്ടു. തൃക്കൂർ പഞ്ചായത്തിലെ 11-ാം വാർഡിലെ കള്ളായി റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഹമ്പ് പോലെ രൂപപ്പെട്ടത് അശാസ്ത്രീയമായെന്ന് പരാതി ഉയരുന്നു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം നിർമ്മിച്ച കോൺക്രീറ്റ് റോഡ് ആരംഭിച്ചിരിക്കുന്നിടത്ത് വലിയ ഉയരത്തിലായതാണ് പരാതിക്കിടയാക്കിയത്. 2023 മാർച്ച് 24 പൂർത്തീകരിച്ച റോഡാണിത്. തൃക്കൂർ പഞ്ചായത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം മൂലം ഇരുചക്രവാഹന യാത്രക്കാരാണ് ഏറെ ദുരിതത്തിലായിരിക്കുന്നത്. ഇരുചക്രവാഹനത്തിന്റെ പുറകിൽ ഇരിക്കുന്ന യാത്രക്കാർ റോഡിലേക്ക് വീഴുന്നത് സ്ഥിരം സംഭവമായതായും നാട്ടുകാർ പറയുന്നു. വലിയ വാഹനങ്ങൾ ബ്രേക്ക് ഇടുമ്പോൾ വാഹനങ്ങൾക്കുള്ളിൽ യാത്രക്കാർ വീഴുന്നതും പതിവാണ്. കയറ്റം കയറുന്ന വാഹനങ്ങൾ ഇവിടം കടക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഡ്രൈവർമാർ തൊട്ടരികെ എത്തുമ്പോഴാണ് ഹമ്പ് പോലുള്ള ഭാഗം പലപ്പോഴും കാണുന്നത്. അപകടങ്ങൾ തുടർക്കഥയായതോടെ പ്രദേശവാസിയായ ആൾ റോഡിൽ വെള്ള പെയിന്റ് അടിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ്. വണ്ടികൾ വരുമ്പോൾ പിള്ളേരൊക്കെ മനസ്സിലിരിക്കുന്ന പിള്ളേർ ഡ്രൈവറുടെ വണ്ടി ഒന്ന് കയറി എടുത്തിട്ട് കൊച്ചു പോയി ചെല്ലുമ്പോൾ തിരിച്ചു വരികയും ചെയ്യണം. അത്രയും അപകടം. പിന്നെ ബൈക്കിൽ വരുന്നവർ സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്കിലിരിക്കുന്നവർ പെട്ടെന്ന് കമ്പ് കയറുമ്പോൾ തെറിച്ച് താഴേക്ക് പോകുക. അങ്ങനെ വളരെ അപകടകരമായ രീതിയിലാണ് ഈ വഴിയുടെ പണി. ഈ പെയിന്റ് അടിച്ചേക്കുന്നതൊക്കെ ഞാൻ എൻ്റെ ചിലവിൽ മേടിച്ചടിച്ചേക്കുന്നതാണ്. ഇപ്പോൾ 2 വർഷം അടിച്ചു, 2 പ്രാവശ്യം അടിച്ചു. ഇനിയിപ്പോൾ വീണ്ടും അടിക്കേണ്ട സ്ഥിതിയിലാണ്. അങ്ങനെ വളരെ പണിയിച്ചതാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ എഞ്ചിനീയർമാരും വർക്ക് സൂപ്രണ്ടും ഒക്കെ ഒന്ന് പണിയിച്ചതാണ്. സർവകക്ഷി ആൾക്കാരും ഉണ്ടായിരുന്നു. പാലപ്പള്ളി മേഖലയിലേക്കുള്ള എളുപ്പവഴിയായതിനാൽ പ്രദേശവാസികളും അല്ലാത്തവരും ഇതുവഴി കടന്നു പോകാറുണ്ട്. റോഡ് ഉയർന്നു കിടക്കുന്നത് അറിയാതെ വരുന്ന യാത്രക്കാർക്ക് അപകടക്കണിയാവുകയാണ് കള്ളായി റോഡ്. പലതവണ പരാതിപ്പെട്ടിട്ടും അധികൃതർ നടപടി കൈക്കൊണ്ടില്ലെന്നും നാട്ടുകാർ വിമർശിക്കുന്നു. റോഡിന്റെ അപകടാവസ്ഥ ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ അപകടങ്ങൾ വർദ്ധിക്കുമെന്നും യാത്രക്കാർ പറയുന്നു. KSRTCക്ക് റെക്കോർഡ് കളക്ഷൻ. തിങ്കളാഴ്ചത്തെ വരുമാനം 8.57 കോടി രൂപ. 4179 ബസ്സുകൾ നിരത്തിലിറങ്ങി. മറികടന്നത് കഴിഞ്ഞ വർഷം ഏപ്രിലിലെ നേട്ടം. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കി സർവീസുകൾ പുനഃക്രമീകരിച്ചിരുന്നു. ഇതിനു മുൻപ് 2023 ഏപ്രിൽ 24 ലഭിച്ച 8.30 കോടി രൂപ എന്ന നേട്ടമാണ് മറികടന്നതെന്ന് KSRTC അറിയിച്ചു. KSRTC ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലും വിവരങ്ങൾ പങ്കുവച്ചു.
NDA മുപ്ലിയം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നന്ദിപുലം സെന്ററിൽ തെരഞ്ഞെടുപ്പ് വിശദീകരണ യോഗം നടത്തി. BJP സംസ്ഥാന സമിതി അംഗം ഉല്ലാസ് ബാബു ഉദ്ഘാടനം ചെയ്തു. BJP മുപ്ലിയം മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് സവിത സുരേഷ് അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ കമ്മിറ്റി അംഗം A. ഉണ്ണികൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റ് AG രാജേഷ്, സുനിൽ ദാസ് അരങ്ങത്ത്, KR സലിൽ, ഷിനോജ്, രാജീവ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VB അരുൺ, ശ്രുതി രാഗേഷ് എന്നിവർ പ്രസംഗിച്ചു. തൃക്കൂരിൽ നിർധനരായ 200 കുടുംബങ്ങൾക്ക് ഭവനം ഒരുക്കുന്ന പദ്ധതിക്ക് തുടക്കമിട്ട് ലയൺസ് ക്ലബ്ബ് 12 ഭവനങ്ങളുടെ താക്കോൽ കൈമാറി. ലയൺസ് ക്ലബിന്റെ ഹോം ഫോർ ഹോംലെസ് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഭവനരഹിതർക്കായി സ്നേഹവീട് ഒരുങ്ങിയത്. പണി പൂർത്തീകരിച്ച ആദ്യത്തെ 12 ഭവനങ്ങളുടെ താക്കോൽ കൈമാറി. മണപ്പുറം ഫിനാൻസ് MD VP നന്ദകുമാർ താക്കോൽ ദാനം നടത്തി. MLA മാരായ KK രാമചന്ദ്രൻ, സനീഷ് കുമാർ ജോസഫ്, തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, പഞ്ചായത്ത് അംഗം മോഹനൻ തൊഴുക്കാട്ട്, ലയൺസ് ക്ലബ് ഭാരവാഹികളായ CS ശശി, ടോണി എനോക്കാരൻ, സുഷമ നന്ദകുമാർ, T ജയകൃഷ്ണൻ, KV ദേവദാസ്, ബാബു ജോസ്, രാജേഷ്, റാഫി, ജോണി ആന്റണി എന്നിവർ സന്നിഹിതരായിരുന്നു. അടുത്ത ഘട്ടത്തിലെ 12 വീടുകളുടെ നിർമ്മാണോദ്ഘാടനവും ചടങ്ങിൽ നടത്തി. ലയൺസ് പ്രസ്ഥാനം നമുക്കൊക്കെ അറിയുന്ന പോലെ ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സേവന സംഘടനയാണ്. 208 രാഷ്ട്രങ്ങളിലായിട്ട് 14 ലക്ഷത്തോളം അംഗങ്ങളുള്ള വലിയ സംഘടനയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലുടനീളമല്ല, ലോകത്തിലുടനീളം നമുക്കൊക്കെ കാണാൻ സാധിക്കും. തൃശൂർ പൂരത്തിന്റെ പ്രതിസന്ധി ഒഴിവായി. ആനകളുടെ എഴുന്നള്ളിപ്പിനുള്ള നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ് ഭേദഗതി ചെയ്യുമെന്ന് മന്ത്രി K രാജൻ അറിയിച്ചു. വെറ്റിനറി സംഘത്തിന്റെ പരിശോധനയ്ക്ക് ശേഷം ആനകളെ വീണ്ടും പരിശോധിക്കില്ല. വനം വകുപ്പിന്റെ ഉത്തരവിൽ നിന്നും ഇത് ഉടൻ ഒഴിവാക്കും. പുതിയ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. പൂരം നല്ല രീതിയിൽ നടത്താൻ സർക്കാർ ഒപ്പമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ആനകളുടെ 2ാം വട്ട ഫിറ്റ്നസ് പരിശോധന ഒഴിവാക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രനും അറിയിച്ചു. വെറ്റിനറി ഡോക്ടർമാരുടെ പരിശോധന സർട്ടിഫിക്കറ്റുള്ള ആനകളുടെ ഫിറ്റ്നസ് പുനഃപരിശോധന അപ്രായോഗികം. ഹൈക്കോടതിയിൽ നൽകിയ പുതിയ സത്യവാങ്മൂലത്തിൽ ഇക്കാര്യം ഒഴിവാക്കിയിട്ടുണ്ട്. കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരവിറക്കിയതിനെതിരെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ആനകളെ നിയന്ത്രിക്കാൻ 80 അംഗ RRT സംഘം നിർബന്ധമാണെന്നും വനം വകുപ്പിന്റെ ഡോക്ടർമാർ വീണ്ടും ആനകളെ പരിശോധിക്കുമെന്നും ഉത്തരവിലുണ്ടായിരുന്നു. വെറ്റിനറി ഡോക്ടർമാരുടെ പരിശോധനയ്ക്ക് പുറമെയാണ് വനം വകുപ്പിന്റെ ഡോക്ടർമാർ വീണ്ടും ആനകളെ പരിശോധിക്കുമെന്നും ഉത്തരവിലുണ്ടായിരുന്നു. വെറ്റിനറി ഡോക്ടർമാരുടെ പരിശോധനയ്ക്ക് പുറമെയാണ് വനം വകുപ്പിന്റെ ഡോക്ടർമാർ ആനകളെ വീണ്ടും പരിശോധിക്കുന്നത്. കടുത്ത നിയമങ്ങളാണെന്നും ഇത് തൃശൂർ പൂരം നടത്തിപ്പിന് പ്രതിസന്ധിയാകുമെന്നും ആന ഉടമകളും ദേവസ്വങ്ങളും വ്യക്തമാക്കി. ഉത്തരവിലെ നിബന്ധനകൾ അപ്രായോഗികമെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികൾ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സർക്കാർ നിലപാടിൽ മാറ്റം വരുത്തിയത്. ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് പൂരം നല്ലതുപോലെ നടത്തണം എന്ന് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ധാരണ. നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ കൊടമാറ്റവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നിൽ കൊട മാറ്റാനുള്ള ആളുകൾ അണിനിരക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ടായിരുന്നു. അത് നേരത്തെ തന്നെ മാറ്റിയിരുന്നു. ഇപ്പോൾ റീവെരിഫിക്കേഷൻ അതൊരു പ്രായോഗികമായ കാര്യമല്ല യഥാർത്ഥത്തിൽ. മാത്രമല്ല ദിവസങ്ങളോളം സമയം അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആ നിർദ്ദേശത്തിലെ ഒരു പ്രയാസം തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ കോടതി പറഞ്ഞതുപോലെ കോടതി ഉത്തരവുകളെല്ലാം അംഗീകരിച്ച് നമുക്ക് സുരക്ഷ ഉണ്ടാകണം എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, അത് പോകും. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച തൃശൂർ താലൂക്ക് പരിധിയിൽ ഉൾപ്പെടുന്ന എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. മുൻ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല. പുത്തൻകാട് മൂത്താരുകുന്ന് മൂത്താര് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി കാരുമാത്ര വിജയൻ തന്ത്രികൾ, ചോച്ചേരിക്കുന്ന് ക്ഷേത്രം മേൽശാന്തി സഹദേവൻ, മൂത്താര് ഭഗവതി ക്ഷേത്രം മേൽശാന്തി ES സലേഷ് എന്നിവരുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് ചടങ്ങുകൾ നടത്തി. തുടർന്ന് കോൽക്കളി, തിരുവാതിര, വീരനാട്യം തുടങ്ങിയ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ക്ഷേത്രം ഭാരവാഹികളായ സിനീഷ് പുല്ലാനിക്കൽ, കൃഷ്ണകുമാർ, നിതിൻ വെളിയത്തുപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ഏപ്രിൽ 22-നാണ് പ്രതിഷ്ഠാദിനവും ഗുരുതി മഹോത്സവവും ആഘോഷിക്കുന്നത്. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ്. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി വരെയും
തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി വരെയും, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി വരെയും, മലപ്പുറം ജില്ലയിൽ ഉയർന്ന താപനില 36 ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6795 രൂപ, പവന് 54,360 രൂപ. മണ്ണമ്പേട്ട വാലപ്പറമ്പിൽ പരേതനായ സഹദേവൻ ഭാര്യ മോഹിനി അന്തരിച്ചു. 58 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സമോഷ്, സനീഷ് എന്നിവർ മക്കളും ആര്യ മരുമകളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. വരാക്കര പയ്യാക്കരയിൽ അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ യുവാവിന് കുത്തേറ്റു. ഒളിവിൽ പോയ പ്രതിക്കായി അന്വേഷണം ആരംഭിച്ച് പോലീസ്. ദേശീയപാത ആമ്പലൂരിൽ വൻ ഗതാഗത കുരുക്ക്. തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ടിന്റെ ഭാഗമായാണ് തിരക്ക് വർദ്ധിച്ചത്. തൃക്കൂർ പഞ്ചായത്തിലെ കള്ളായി റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഹമ്പ് പോലെ രൂപപ്പെട്ടത് അശാസ്ത്രീയമായെന്ന് പരാതി ഉയരുന്നു. നടപടി സ്വീകരിക്കാതെ അധികൃതർ. KSRTCക്ക് ചരിത്ര നേട്ടം. തിങ്കളാഴ്ചത്തെ വരുമാനം 8.57 കോടി രൂപ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.